ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കെന്താ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂസ്റ്റി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ മേജർ ട്രെൻഡ് സെല്ല് തന്നെയാണ്. ലാസ്റ്റ് ദിവസം ക്രിയേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് ട്രെൻഡിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ട്രേഡ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടുത്തെ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കാണ് വരുന്നത്. ഇന്നത്തെ ദിവസത്തെ കൂടുതൽ സാധ്യതയും മൈനർ ട്രെൻഡ് നോക്കി സെല്ലിലേക്ക് തന്നെ എൻട്രിക്കാണ് കൂടുതൽ സാധ്യതകൾ വരുന്നത് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആ ചേഞ്ച് ഓഫ് ക്യാരറ്റിന് അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. അതിനുശേഷമാണ് സെല്ല് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടുന്ന് ചെറിയൊരു കൺഫർമേഷനും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ. ഇനി ഇതിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ, ഇപ്പോൾ മൈനർ ട്രെൻഡ് നോക്കുമ്പോൾ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി 4 ഹവറിൻ്റെ ലോ എടുത്തതിന് ശേഷം എന്താണ് മേജർ ട്രെൻഡ് സെല്ല് തന്നെയായിരുന്നു. പക്ഷേ ലോയിലെല്ലാം വെച്ച് ബയ്യേഴ്സ് ആയിരുന്നു കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ. നമ്മളിവിടുന്ന് എൻട്രി എടുത്തപ്പോൾ അത് തന്നെയായിരുന്നു. ലോയിൽ നിന്ന് ബയ്യേഴ്സ് സ്ട്രോങ് ആയി. ഇതിന് ശേഷം എന്താണ് മേജർ ട്രെൻഡ് സെല്ലിലേക്ക് വന്നപ്പോൾ നമുക്കിവിടെ സെല്ലിലേക്ക് എൻട്രി കിട്ടി. ഓക്കെ അല്ലേ. പ്രീമിയത്തിലേക്ക് വന്നപ്പോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയി. പക്ഷേ അതേപോലെ തന്നെ ഡിസ്കൗണ്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും ബയ്യേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കുകയാണെങ്കിലും ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും ബയ്യേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയത് അല്ലേ. തൊട്ടടുത്തുള്ള ബയ്യിങ് സോണിലേക്ക് വന്നപ്പോൾ വീണ്ടും ബയ്യേഴ്സ് തന്നെയാണ് പ്രൈസിനെ കൊണ്ടുവന്നത്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിലും എന്താണ് മാർക്കറ്റ് ഈ ബൈയിലേക്ക് ഉണ്ടായിരുന്ന ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ഈ ബയ്യിങ് സോണിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് വീണ്ടും ബയ്യേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 ഹവറിൻ്റെ ലോ എടുത്തതിന് ശേഷം ബയ്യേഴ്സാണ് കൂടുതൽ മാർക്കറ്റിലുള്ളതെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ ദിവസം മൈനർ ട്രെൻഡിൽ ഇനി സെല്ല് നോക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബൈയിലേക്ക് വന്ന മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതാണ് വരുന്നത്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ മാർക്കറ്റ് പിന്നെ സെല്ലിലേക്ക് ഇപ്പോൾ ബൈയിലേക്ക് വന്ന മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. മേജർ ട്രെൻഡ് സെല്ലായതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് സെല്ലിലേക്ക് പോകാൻ സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം ഈ തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻ്റ് കാര്യങ്ങൾ ഇൻഡ്യൂസ്മെൻ്റ് സെല്ലിംഗ് സോണൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് എൻട്രി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ. ഇതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ട് എൻട്രി നോക്കാൻ പറ്റിയ രീതി എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ബയ്യേഴ്സ് പ്രീമിയത്തിലേക്ക് വരുമ്പോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആവുന്നു, ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ ബയ്യേഴ്സ് സ്ട്രോങ് ആവുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ സെല്ലിലേക്ക് നോക്കുന്നവർക്ക് കുറച്ചും കൂടെ സേഫായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തതിന് ശേഷം സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ. ഇതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഈ ലോയിനൊന്നും ബ്രേക്ക് ചെയ്തില്ല എന്നാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് മുകളിലോട്ട് വന്നതിന് ശേഷം എന്താണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിലാണ് നമുക്ക് അടുത്ത സെല്ലിലേക്ക് ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റുന്നത്. കാരണം ഈ ഒരു ഹൈ പുതിയൊരു ലിക്വിഡിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് ഒരു എൻട്രി നോക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ അല്ലേ. ഇവിടുന്ന് അതേ കാര്യം തന്നെ നോക്കുക. ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സലാണോ കണ്ടിന്യൂഷൻ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക കേട്ടോ. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് എത്തുവാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ലെവൽസ് ഞാൻ ഗ്രൂപ്പിലേക്ക് എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും സാധ്യതയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഗോൾഡ് മോർണിംഗ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ യൂറോ യൂസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ യൂറോ യൂസ്റ്റിൽ ഓവറോൾ ട്രെൻഡ് സെല്ലിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ദിവസം എന്താണ് ബൈയിലേക്ക് ഒരു ട്രെൻഡ് വന്നായിരുന്നു. അതിനുശേഷം വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം മാർക്കറ്റ് സെല്ലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മാർക്കറ്റ് വന്ന് ഈ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു സെല്ലിലേക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതിന് ശേഷം എന്താണ് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് ഒരു സെല്ല് നോക്കാനായിട്ട് പറ്റും. ഇതാണ് മേജർ ഹൈ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇനി ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഇവിടുന്ന് ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ തൊട്ടടുത്തുള്ള മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് വീണ്ടും സെല്ലിലേക്ക് തന്നെ ട്രേഡുകൾ നോക്കാം കേട്ടോ. ഈ ഒരു സാധ്യതയാണ് ഇപ്പോൾ യൂറോ യൂസ്റ്റിയിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ നിഫ്റ്റീൻ്റെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കി ലാസ്റ്റ് ദിവസം മാർക്കറ്റ് എന്താണ് ഈ മേജർ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിഫ്റ്റിയിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ. 50 മില്ലിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ നോക്കാനായിട്ട് പറ്റും. കാരണം ഒരു റൗണ്ട് നമ്പറാണ് 24,000 ഒരു റൗണ്ട് നമ്പറും വരുന്നുണ്ട്. ഇവിടുത്തെ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ. ഓക്കെ അല്ലേ. ബൈയിലേക്ക് ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റിയാണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇതിന് സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 50 മില്ലിൽ ഈ ഒരു ഹൈയും ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഹൈയും വേണ്ടി നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് നോക്കാം. രണ്ടിൻ്റെയും കറക്റ്റ് പ്രൈസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇത്രയും സാധ്യതകളാണ് വരുന്നത്. അപ്പോൾ ഗോൾഡിലാണ് കുറച്ചും കൂടെ നോക്കേണ്ടത്. സെല്ലിലേക്ക് നോക്കുന്നവർ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ ഈ മൈനർ സ്വിച്ച് ബ്രേക്ക് ആണെങ്കിൽ സെല്ലിലേക്ക് കുറച്ചും കൂടെ സാധ്യത ഉണ്ട്. അങ്ങനെ നോക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങിന് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.